ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ വീണയ്ക്കെതിരായിട്ട് ടീച്ചറമ്മയുടെ മകളും മരുമകളും കൂടി അവിടെ ഇരുന്ന് ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക. പ്രേമിച്ചതാകുമ്പോൾ കുഴപ്പമില്ലല്ലോ, എന്നാലും ഇവൾ കള്ളി ഇതെല്ലാം ഒളിപ്പിച്ച് വെച്ചല്ലോ, ഇതൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടേക്കും സംസാരിക്കാം. അപ്പോൾ ശ്രീധനത്തിൻ്റെ പ്രശ്നം അപ്പോൾ അമ്മയൊന്നും മിണ്ടിയില്ലല്ലോ എന്ന് മരുമകൾ പറയുമ്പോൾ അത് ശ്രീധനത്തിൻ്റെ പ്രശ്നമൊന്നും വരില്ലല്ലോ, അതുകൊണ്ടായിരിക്കും ഒരു പക്ഷെ അമ്മ അത് പറയാതിരുന്നത് എന്നൊക്കെ പറഞ്ഞ് രണ്ടെണ്ണങ്ങളും കൂടെ ഭയങ്കര ആ ഒരു ഇതിലിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. രണ്ടെണ്ണങ്ങളും കൂടി ചേർന്നത് ഇങ്ങനെ കുറ്റങ്ങളും കുറവുകളും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പിന്നെ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ അല്ലേ, ഒരു മണഗുണാഞ്ചം ചെറുക്കനാണെന്ന് ആ മൊത്തത്തിലുള്ള അഭിപ്രായം എന്നൊക്കെ പറഞ്ഞ് ഇവർ രണ്ടുപേരും കൂടെ പറയാപ്പോഴത്തേക്കും അടുത്തയാൾ പറയണം, ഓ ചേരേണ്ടതല്ലേ ചേരുള്ളൂ, ഇതിപ്പോൾ നാട്ടിലെ ടീച്ചർമാർക്ക് അറിയാവുന്ന വീട്ടുകാർക്ക് അറിയത്തില്ല, എന്തോന്നാ ചേച്ചി ഇതിൻ്റെയൊക്കെ അർത്ഥം എന്നും പറഞ്ഞ് രണ്ടുപേരും കൂടെ നിൽക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് പതുക്കെ പമ്മി ടീച്ചറമ്മയുടെ മകൻ വരുന്നത്. അപ്പോഴേക്കും ഇങ്ങനെ ഫോണും പിടിച്ച് പമ്മി അടുക്കളയിലേക്ക് വരുന്ന ചേട്ടൻ്റെ ഭാര്യ അവിടെ ഇരിക്കുന്നത് കണ്ടു. ഇപ്പോൾ വാടാന്നും പറഞ്ഞ് ഭാര്യ അവിടെ ഇരിക്കുക. ചാടി അങ്ങോട്ടേക്ക് അയ്യോ നിങ്ങൾ എന്താ ഇവിടെ ഒരു ഗൂഢാലോചന, എന്താ മനുഷ്യനുള്ള ജീവനങ്ങ് പോയല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പം അതെ നിനക്കെന്തോ കള്ളത്തരം ഉണ്ടായിട്ടാണെന്ന് പെങ്ങൾ പറയുമ്പോൾ എനിക്കെന്ത് കള്ളത്തരം, നിങ്ങളല്ലേ പാത്തിരുന്ന് ആരുടെ നുണ പറഞ്ഞതെന്ന് ചോദിക്കാം ആങ്ങള. അപ്പോൾ പോടർക്കാം എന്നും പറഞ്ഞുകൊണ്ട് പെങ്ങൾ. അപ്പം നിങ്ങളിപ്പോൾ ആരെയോ പാത്ത് ഫോൺ ചെയ്യാൻ വന്നതല്ലേ, ഞാൻ പിടിച്ചോളാം എന്ന് ഭാര്യ പറയുമ്പോൾ എൻ്റെ പൊന്നു രേണു നീ ഇനിയെങ്കിലും എന്നെ ഇങ്ങനെ സംശയിക്കരുത് കേട്ടോ, നിനക്ക് പാവം കിട്ടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചേട്ടൻ ഫോൺ ചെയ്യാൻ. അല്ലെങ്കിൽ പിന്നെ നീ എന്തിനാണ് പാത്തും പതുങ്ങി ഇങ്ങോട്ട് വന്നതെന്ന് ചോദിച്ചു. അപ്പം ഞാൻ ബസ്സിനിട്ട് വന്നതാ, നിങ്ങളെയൊന്നും അവിടെ നോക്കിയിട്ട് കണ്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അതേ പറയണു. ഞാൻ നീ വിളിച്ചൊന്നും കേട്ടില്ല. എങ്ങനെ കേൾക്കാനാ, സദാസമയം മുനിമാരെ പോലെ ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുകയല്ലേ, നിങ്ങളിപ്പോൾ സെറ്റായല്ലേ, കൊള്ളാം, നടക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ചേട്ടൻ. അപ്പം എന്താടാ നിനക്ക് തീരെ ഇഷ്ടമായില്ലേ എന്ന് ചോദിക്കാമോ. അയ്യോ ഇഷ്ടമായി, ഒരുപാട് അങ്ങ് ഇഷ്ടമായി, നിങ്ങളെ എനിക്ക് മനസ്സിലായി, ശത്രുവിൻ്റെ ശത്രുവും മിത്രം, അപ്പോൾ നിങ്ങളെപ്പോലെ തന്നെ കാര്യങ്ങൾ നടക്കട്ടെ. അതെ പിന്നെ അതിനെ എൻ്റെ കട്ടിൻ്റെ അടിയിൽ കതിനെ കൊണ്ടു പൊട്ടിക്കണ്ട കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് പോകുമ്പോൾ ഞാൻ എടുത്തോളാം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ രേണു ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ചേച്ചി അങ്ങേര് വന്നതേ ഫോൺ ചെയ്യാൻ വേണ്ടി തന്നെ, അതിനൊരു സംശയമില്ലെന്നും പറഞ്ഞുകൊണ്ട് രണ്ടെണ്ണങ്ങളും കൂടെ അവിടെ അങ്ങനെ നിൽക്കുക. അങ്ങനെ ആ ഒരു ഇതെല്ലാം കഴിഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേ നമ്മുടെ വീട്ടിലേക്ക് രേണുവിൻ്റെ കൂട്ടുകാരൻ കയറി വരുവാണ്. അപ്പോൾ എന്താണ് നീ താമസിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ലൈബ്രറിയിലൊന്ന് കയറി, ഏട്ടത്തിൽ നിങ്ങൾ ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ചേച്ചിയെ വിളിച്ചുകൊണ്ട് മാറ്റിക്കൊണ്ട് പോവുകയാണ് അനിയൻ. എന്നിട്ട് ദേ അപ്പുറം മാറി നിന്ന് രണ്ടുപേരും കൂടെ ഇങ്ങനെ സംസാരിക്കുക. അപ്പോൾ അതെ എനിക്കൊരു കാര്യം പറയാനുണ്ട്, വീണ ഇന്ന് സ്കൂളിൽ ജോയിൻ ചെയ്തു എന്ന് പറയുമ്പം ആണോ, നമ്മുടെ കണ്ണീറ്റുംകരയിൽ തന്നെയാക്കിയിട്ടിരിക്കുന്നത്, നീ കണ്ടോ ആ കുട്ടിയെ? ഞാൻ കണ്ടായിരുന്നു, സ്കൂൾ കഴിഞ്ഞിട്ടേ എന്നോട് അവൾ സംസാരിക്കുകയും ചെയ്തു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പം അത്രയ്ക്കൊക്കെ ആയോടാ. അപ്പോൾ സരസ്വതി ടീച്ചറിനോട് ഇനി നേരത്തെ പറഞ്ഞ കാര്യത്തിൽ വീണയ്ക്ക് സമ്മതമാണോ എന്ന് ചോദിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ എന്നിട്ട് അത് പിന്നെ അമ്മയ്ക്ക് താല്പര്യമുള്ളൊരു കാര്യത്തിൽ വീണയ്ക്കൊരു താല്പര്യക്കുറവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ വഴി ക്ലിയർ ആയല്ലേ എന്ന് ചേച്ചി ചോദിക്കാം. നമുക്ക് ഈ കാര്യം ഇവിടെയും കൂടെ പറഞ്ഞാലോ എന്നിങ്ങനെ പറഞ്ഞപ്പോൾ പറയാമെന്ന് പറഞ്ഞു. അമ്മേ സന്തോഷം അന്ന് പറഞ്ഞ പെൺകുട്ടിയില്ലേ, ആ കുട്ടി സ്കൂളിൽ ജോയിൻ ചെയ്തു എന്ന്, എന്നാൽ അവർക്ക് കൂടി സൗകര്യമുള്ള ദിവസം നമുക്കെന്നാ വീട്ടിൽ കാണാൻ പോയാലോ. അപ്പോൾ ചേരണതും പറ്റുന്നതൊക്കെ ആണെങ്കിലല്ലേ പേണ് കാണാൻ പോകേണ്ടത്, ആദ്യം അതിൻ്റെ നക്ഷത്രവും ഗ്രഹനിലയും വാങ്ങണം, പൊരുത്തം നോക്കണം. അപ്പോൾ വീണ നല്ല കുട്ടിയാമ്മേ, അമ്മയായിട്ട് ഇതിന് തടസ്സമൊന്നും ഉണ്ടാക്കരുതെന്ന് മകൻ പറയുമ്പം അതിന് നല്ലതല്ലെന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ, കല്യാണത്തിന് പൊരുത്തം നോക്കുന്നത് നടപ്പല്ലേ, പൊരുത്തം ഇല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. പൊരുത്തം ഇല്ലെങ്കിൽ പൊരുത്തമുള്ളത് നോക്കണമെന്ന് അമ്മ, അതൊന്നും പറ്റത്തില്ല എന്നും പറഞ്ഞു മകൻ. എനിക്ക് വീണയെ തന്നെ കെട്ടണമെന്ന് മകൻ ഇങ്ങനെ പറയും അമ്മയോട്. ആ സമയത്ത് ഇവർ മൊത്തത്തിൽ ധർമ്മസങ്കടത്തിൽ നിൽക്കുക. എടാ മണിയുടെ സമാധാനത്തിന് അവളൊന്ന് നോക്കട്ടെ എന്ന്, നീ എന്തിനാ പേടിക്കുന്നതെന്ന് അച്ഛൻ അന്നേരം പറഞ്ഞു. നിനക്ക് ഇത്ര ഇഷ്ടമുള്ളത് കൊണ്ട് ചേർച്ചയൊക്കെ ഉണ്ടാകുമെന്നേ, നോക്കാം നമുക്ക് എന്ന് അച്ഛൻ മകന് സമാധാനമായിട്ട് പറഞ്ഞു കൊടുക്കുമ്പം ചേട്ടത്തി ചേരില്ല എന്ന് പറഞ്ഞ് എന്ത് ചെയ്യുമെന്ന് ചോദിക്കുക സന്തോഷം. അപ്പോൾ കേത് കയറി ശനിയെ വളഞ്ഞെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. എൻ്റെ പൊന്നു നീ ഒന്ന് സമാധാനപ്പെടാ, നമുക്ക് നോക്കാടാന്ന് ചേച്ചി പറയുമ്പം ഏതായാലും നീ അവരുടെ കയ്യിൽ നിന്ന് ഗ്രഹനില വാങ്ങിക്ക്, പണിക്കരെ കാണിച്ച് ഒത്തു നോക്കിയിട്ട് മതി കാര്യങ്ങളൊക്കെ എന്നും പറഞ്ഞിങ്ങനെ പറഞ്ഞു. അങ്ങനെ അതെല്ലാം പറഞ്ഞ് ഇവർ തമ്മിൽ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. അത് കഴിഞ്ഞിട്ട് മകനകത്തേക്ക് കയറിപ്പോയി. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ ടീച്ചറും മകനും ഇവരെല്ലാവരും കൂടെ അവിടെ ഇരുന്ന് ഇങ്ങനെ TV സിനിമ കണ്ടുകൊണ്ടിരിക്കുക. ആ സമയത്ത് ഫോണിലേക്കൊരു കോൾ വന്നു. അപ്പോൾ ടീച്ചറമ്മയുടെ കൂട്ടുകാരി ടീച്ചറിന് കോള് വന്നത് വേറെ ആരുടെ അല്ല, സന്തോഷിൻ്റെ കോളായിരുന്നു. അപ്പോൾ ടീച്ചറെ പറ, വീണയ്ക്ക് ജോലിയായ കാര്യം ഞാൻ വീട്ടിൽ പറഞ്ഞെന്നും വീണയോട് ചോദിച്ചപ്പോൾ അമ്മയുടെ ഇഷ്ടം പോലെ നടക്കട്ടെ, തനിക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് വീണയും പറഞ്ഞു എന്ന് പറഞ്ഞു.
അപ്പോൾ സന്തോഷം ഹാപ്പി ആയില്ലേന്ന് ചോദിച്ചു. അപ്പോൾ ഒരു പ്രശ്നമുണ്ട് ടീച്ചറെ, അമ്മ ഇപ്പോൾ ഗ്രഹനില വെച്ച് പൊരുത്തമൊക്കെ നോക്കണമെന്ന് പറയുന്നുണ്ടെന്ന് പറയുമ്പോൾ എൻ്റെ സന്തോഷിന് വീണയെ ഇഷ്ടമായതുകൊണ്ടല്ലേ അത് ആലോചിച്ചത്, പിന്നെന്തിനാ ഇപ്പോൾ ഈ പൊരുത്തവും മറ്റുമൊക്കെ നോക്കുന്നത്? അമ്മയ്ക്ക് ഇക്കാര്യങ്ങളിലൊക്കെ വലിയ വിശ്വാസമാണെന്ന് പറയുമ്പോൾ സന്തോഷിന് ഇക്കാര്യത്തിലൊരു നിലപാട് വേണ്ടേന്ന് ചോദിച്ചു. അതൊക്കെ ഉണ്ട് ടീച്ചറെ, ഇതാണോ നിലപാടെന്ന് ടീച്ചർ അന്നേരം തിരിച്ചു ചോദിക്കാം. ഇപ്പോൾ പൊരുത്തമില്ലാന്ന് ജോത്സ്യർ പറഞ്ഞാൽ സന്തോഷം എന്ത് ചെയ്യും? എന്ത് സാഹചര്യത്തിലാണെങ്കിലും എനിക്ക് വീണയെ വിവാഹം ചെയ്യണമെന്ന് തന്നെയാണെന്ന് സന്തോഷ് പറഞ്ഞു. പിന്നെ എന്തിനാ ഇപ്പോൾ ഈ ഗ്രഹനിലയും കാര്യങ്ങളൊക്കെ മേടിച്ചൊരു പ്രഹസനം ഒറ്റയടിക്ക് എതിർത്ത് പറഞ്ഞാൽ അമ്മയ്ക്കത് വിഷമമാവും ടീച്ചറെ. ജസ്റ്റ് ഒരു ചടങ്ങിന് വേണ്ടി പൊരുത്തം നോക്കാൻ വീണയുടെ ഗ്രഹനില ഒന്ന് മേടിച്ച് തരണം എന്നൊക്കെ ഇങ്ങനെ പറയുക. പിന്നെ എനിക്കിത് വേറെ ആരോടും പറയാൻ പറ്റത്തില്ലാത്തത് കൊണ്ടാണ്. പ്ലീസ് ടീച്ചറെ, ഞാനതൊക്കെ വാങ്ങിച്ച് തരാം, പക്ഷേ കാര്യങ്ങൾ പലരുടെയും തീരുമാനത്തിന് വിടുന്നത് അത്ര നല്ല കാര്യമൊന്നുമല്ല എന്ന് നമ്മുടെ ടീച്ചർ പറഞ്ഞു. സന്തോഷിനൊരു നിലപാട് വേണമെന്ന് പറയുമ്പം അതുണ്ട് ടീച്ചറെ, എനിക്കത് അത്ര ബോധ്യമൊന്നും വരുന്നില്ലെന്നും പറഞ്ഞുകൊണ്ട് ടീച്ചർ ഫോൺ അങ്ങ് കട്ട് ചെയ്തു. ആ സമയത്ത് സന്തോഷിനത് ഭയങ്കര വിഷമമായി. സന്തോഷം ഇങ്ങനെ ആകെ വിഷമിച്ച് അവിടെ ഇരിക്കുക. അത് കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മയോട് മകൻ വിവരം എന്താണെന്ന് ചോദിക്കുക. അപ്പം മോനെ, സന്തോഷ് വീണയുടെ കാര്യത്തിൽ ഒരു കര പിടിച്ച് വരുമ്പോഴാണ് അടുത്ത ഗുലുമാല്. എന്ത് ഗുലുമാല്? അപ്പം ജോത്സ്യനെ കണ്ടിട്ട് പൊരുത്തം നോക്കണമെന്ന് പറഞ്ഞല്ലേ? അതേന്നേ, എന്തൊരു കഷ്ടം നീ നോക്കിയേ. ഞാൻ വീണയുടെ ഗ്രഹനില വാങ്ങിച്ചു കൊടുക്കണം, അതിനാ ഇപ്പം സന്തോഷ് എന്നെ വിളിച്ചത്. ഞാൻ എന്ത് ചെയ്യാനാണെന്നൊക്കെ ടീച്ചർ ചോദിക്കാം. അവൻ്റെ അമ്മയെ പേടിച്ച ഒടുവിൽ ഇനി പിന്മാറുമോ എന്തോ, അതാ എൻ്റെ പേടിയെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ അതെ, അങ്ങനെ വന്നാൽ അമ്മ പേടിക്കേണ്ട കാര്യമില്ല. മകൻ അന്നേരത്തേക്കും പതുക്കെ ഇങ്ങനെ എഴുന്നേറ്റ് അങ്ങ് പോയിട്ട് TV-യുടെ മുന്നിൽ അങ്ങ് പോയി നിന്നിട്ട്, ഈ ഗ്രഹനിലയും പൊരുത്തമൊന്നും പ്രശ്നമില്ലാത്ത മനുഷ്യരിവിടെ ജീവിച്ചിരിപ്പുണ്ടേ, പിന്നെ ജാതവും മതവും പ്രശ്നമില്ലാത്ത അമ്മയെ പേടിയില്ലാത്ത പയ്യന്മാർ ഈ പഞ്ചായത്തിലുണ്ടെന്നേ എന്നൊക്കെ ഇങ്ങനെ മകൻ അമ്മയോട് പറയുമ്പം അതാരാടാ നമ്മ ചോദിച്ചു. അപ്പം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ രണ്ട് കൈ നീട്ടി ഇങ്ങനെ കാണിക്കുവാണ് മകൻ അമ്മയുടെ മുന്നിൽ. അപ്പം നിനക്ക് പേടിയില്ലല്ലേടാ, വാടാ എവിടെയെന്നും പറഞ്ഞ് അമ്മ മോനെ വിളിച്ച് ചെവിക്കൊക്കെ പിടിച്ച് അമ്മയും മോനും കൂടി ഇങ്ങനെ അവിടെ ഇരിക്കുക. അങ്ങനെ അതെല്ലാം കഴിഞ്ഞു. അവിടെ ഗ്രഹനില നോക്കാനായിട്ട് അവരങ്ങ് ചെല്ലുന്നു. അപ്പോൾ പെൺകുട്ടിയുടെ ജാതകം കൊണ്ടുവന്ന് കൊടുത്തു സന്തോഷിൻ്റെ അമ്മയൊക്കെ. അപ്പോൾ എല്ലാം ഇങ്ങനെ കാണിച്ചു. കുട്ടിക്ക് ജോലി എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ സ്കൂൾ ടീച്ചറാണെന്ന് പറഞ്ഞു. അപ്പോൾ എങ്ങനെയാണ് അവരുടെ ചുറ്റുപാടുകളും ചോദിച്ചു. അപ്പോൾ അമ്മയും ടീച്ചറായിരുന്നു. പണിക്കർക്ക് പറഞ്ഞാൽ അറിയാമായിരിക്കും, നമ്മുടെ സരസ്വതി ടീച്ചറുടെ ഇളയ മോളാണെന്നും പറഞ്ഞിങ്ങനെ പറഞ്ഞു. അപ്പോൾ ടീച്ചർ എനിക്കറിയാം, പക്ഷേ ടീച്ചർക്ക് നല്ലൊരു ദാമ്പത്യം കിട്ടിയിട്ടില്ല, ചിലർക്ക് ജാതകവശാൽ തന്നെ അങ്ങനെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇവരുടേത് ചേരുവോ പണിക്കരെ? അപ്പോൾ അത് നിങ്ങളുടെ താല്പര്യം, അതായത് കുടുംബങ്ങളുടെ താല്പര്യവും വരനും വധുവിനും തമ്മിലുള്ള താല്പര്യവും ഒക്കെ കൂടി ഇവിടെ പരിഗണിക്കണമെന്നൊക്കെ ജോത്സ്യർ ഇങ്ങനെ ഇവരോട് പറഞ്ഞു. വലിയ ദോഷങ്ങളും കാര്യങ്ങളില്ല, മധ്യമരജവും ഭേദവും ഇല്ല ഒക്കെ തന്നെയാണ്, അതുകൊണ്ട് തന്നെ വേണമെങ്കിൽ ചേർക്കാമെന്നേ ഉള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞു. 10ൽ 5.5 പൊരുത്തമാണുള്ളത്. നക്ഷത്ര പൊരുത്തം മധ്യമമാണെന്നൊക്കെ പറയുമ്പം ഇവരുടെ വിവാഹം കഴിഞ്ഞാൽ പ്രശ്നമുണ്ടോ പണിക്കരെ? അപ്പോൾ വലിയ ഗുണദോഷങ്ങളൊന്നും ഇല്ലാതെ അങ്ങനെ അങ്ങ് പോകുന്നേ ഉള്ളൂ. എന്നാലും 10ൽ 5.5 എന്നൊക്കെ പറയുമ്പോൾ ഒരു കുറവല്ലേ പണിക്കരെ എന്ന് ചോദിക്കുമ്പോൾ സ്കൂളിൽ കിട്ടുന്ന മാർക്ക് പോലെയൊന്നും ഇതിനെ ഗണിക്കണ്ട, ദമ്പതികൾ തമ്മിലുള്ള മനസ്സിൻ്റെ ഐക്യമാണ് വലിയ കാര്യമെന്നും പണിക്കർ ഇങ്ങനെ പറഞ്ഞു. ഞാനിത് ചേർക്കണ്ട എന്ന് പറയില്ല എന്ന് പണിക്കർ പറയുമ്പോൾ എൻ്റെ അടുത്തൊരാൾ പറഞ്ഞു, പെണ്ണിൻ്റെ നക്ഷത്രം ദേവഗണവും പയ്യൻ്റെ മനുഷ്യഗണവും ആയതുകൊണ്ട് പെണ്ണ് ഭരിക്കുമെന്നൊക്കെ. അപ്പം എന്താ പെണ്ണിന് കുഴപ്പം? പെണ്ണ് ഭരിക്കുന്നത് നല്ലത് തന്നെയല്ലേ എന്ന് അദ്ദേഹം ചോദിച്ചു. അപ്പോൾ അമ്മയ്ക്ക് ഒരു വിഷമം, ഇനി ആണ് തന്നെ ഭരിക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത് എന്ന് അദ്ദേഹം ചോദിക്കുക. മനുഷ്യാസുരം, മരണം എന്നൊക്കെ അതിന് പറയും, ഇത് പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല, പേടിക്കാനുള്ള കാര്യമില്ല എന്നും പറഞ്ഞ് അദ്ദേഹം പറഞ്ഞു കേട്ടോ. കുടുംബങ്ങൾ തമ്മിലും വ്യക്തികൾ തമ്മിലും ചേരുമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാമെന്ന് പറയുമ്പോഴും അമ്മയുടെ മുഖത്തൊരു തെളിച്ചമില്ല. മധ്യമം, പെൺകുട്ടിക്ക് ഇപ്പോൾ ഇച്ചിരി അലപ്പിൻ്റെ കാലമാണ്, പക്ഷേ തെളിഞ്ഞു വരും, നല്ല യോഗമുള്ള നക്ഷത്രമാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. ശരിയെന്ന് ഇവരിങ്ങനെ സമ്മതിച്ചു. അങ്ങനെ അതെല്ലാം പറഞ്ഞ് ഇങ്ങനെ ഇവർ നിൽക്കുക. അങ്ങനെ അദ്ദേഹമായിട്ട് സംസാരിച്ചതിന് ശേഷം ദക്ഷിണയൊക്കെ കൊടുത്ത് അവരിങ്ങനെ ഇറങ്ങുന്നു. സന്തോഷം നേരത്തേക്ക് ഒരു ടെൻഷൻ അടിച്ചിങ്ങനെ ഇരിക്കുക. അപ്പോഴാണ് അമ്മയും ഏട്ടത്തിയും കൂടെ കയറി വരുന്നത്. സന്തോഷമാണെങ്കിൽ ധൃതി വെച്ച് ചെന്ന് ചോദിക്കുകയാണ്, ഏട്ടത്തി എന്താ പണിക്കര് പറഞ്ഞെന്ന്. അപ്പം ഞങ്ങളൊന്ന് വീട്ടിലോട്ട് കയറട്ടേടാ, ഇത്രയ്ക്ക് എപ്പോഴാണോ നിനക്ക് ചേരുമില്ലയോ എന്ന് പറയാൻ, ഇനി വീട്ടിലോട്ട് കയറണം, വേഗം പറ ഏട്ടത്തി എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷം. അമ്മ പറയാമ്മേ, പണിക്കർ എന്താ അമ്മ പറഞ്ഞത്? അപ്പോൾ ഇന്ന് പണിക്കർ അങ്ങും ഇങ്ങും തൊടാതെയാണ് പറഞ്ഞത്, കുടുംബക്കാർക്കും വരനും വധുവിനും തൃപ്തിയാണെങ്കിൽ നടത്താമെന്ന് പറഞ്ഞു എന്ന് പറയുമ്പം അതുപോരെയെന്ന് ചോദിച്ചു സന്തോഷം. അമ്മയ്ക്കേ നിനക്ക് 10ൽ 10, 9 ഒക്കെ വേണമായിരുന്നു, പക്ഷേ റിസൾട്ട് 5.5 ആയിപ്പോയെന്ന് ചേട്ടത്തി. ഡിസ്റ്റിങ്ഷൻ പ്രതീക്ഷിച്ചിട്ട് 2nd ക്ലാസ് കിട്ടിയതിൻ്റെ ദുഃഖം അമ്മയ്ക്കെന്നൊക്കെ പറഞ്ഞ്
ഇങ്ങനെ പറയുമ്പോൾ പാസ്സായല്ലോ, എനിക്കത് മതിയെന്ന് നമ്മുടെ സന്തോഷം പറയണം. അമ്മയ്ക്ക് അന്നേരം ഒരു ദുഃഖം. ഗണപ്പൊരുത്തം ഇല്ലെന്നേ അമ്മയോട് ആരോ പറഞ്ഞു. വീണ ദേവഗണവും നീ മനുഷ്യഗണവുമാണെന്ന്. ദൈവത്തോട് എന്ത് ചോദിച്ചാലും മനുഷ്യൻ തരുമെന്നല്ല. പിന്നെ എന്താ അമ്മ പ്രശ്നം? നിങ്ങൾ ഈ പറയുന്നത് പോലെ കളിയല്ല കാര്യം. പെണ്ണ് ദേവഗണവും ആണ് മനുഷ്യഗണവും ആണെങ്കിലേ പെണ്ണ് ഭരിക്കും എന്നാ പറയുന്നത്. എൻ്റെ അമ്മേ, വീണയുടെ സ്വഭാവം അത് അങ്ങനെയൊന്നുമല്ല. അമ്മയ്ക്ക് അറിയാത്തത് കൊണ്ടാ അവളൊരു പാവമാണെന്നൊക്കെ സന്തോഷം പറയുമ്പോൾ അച്ഛനിരുന്ന് ചിരിച്ചു. എല്ലാ പെണ്ണും സ്വന്തം വീട്ടിൽ പാവം തന്നെയാടാ. ചെറുക്കൻ്റെ വീട്ടിലെത്തുമ്പോഴാ പ്രശ്നം. ഓ, ആ പറഞ്ഞത് സത്യമാണ് എൻ്റെ സന്തോഷേ. ഞാനൊരു മാറ്റവും ഇല്ല, അനുഭവം കൊണ്ട് പറയുക. അത് സത്യമായ കാര്യമാണ് കേട്ടോ എന്ന് അച്ഛൻ. നിനക്കൊരു കാര്യം അറിയോ സന്തോഷേ? ഞാനും ഇവളുവേ ദേവഗണവും അസുരഗണവുമാണെന്ന് പറഞ്ഞു. എന്നിട്ടാണോ? എന്നിട്ടും അവർ ചേർന്ന് പോകുന്നില്ലേടാ എന്ന് ചേട്ടത്തി. അപ്പോൾ ചത്തതിനൊക്കുമോ എന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ അവിടെ ഇരുന്നു. അപ്പോഴത്തേക്കും അമ്മ തുള്ളിച്ചാടി അങ്ങോട്ട് എഴുന്നേറ്റ് പോയി. പിന്നെ ഇവർ അമ്മയ്ക്ക് അത്ര തൃപ്തിയായിട്ടില്ല എന്നുള്ള കാര്യങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരിക്കാം. ഇത് കഴിഞ്ഞതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ പിന്നെ കാണിക്കുന്നത് മഹേഷിൻ്റെ അടുത്തേക്ക് ഓടി വരിക ചേച്ചി. മഹേഷേ, അമ്മയുടെ ഇൻഷുറൻസ് തുക നിനക്ക് കിട്ടിയായിരുന്നു എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പോസ്റ്റ്മാൻ വിളിച്ചപ്പോൾ പറഞ്ഞായിരുന്നല്ലോ തുക ക്രെഡിറ്റ് ആയിട്ട് കുറച്ച് ദിവസമായിരുന്നു. ക്രെഡിറ്റ് ആയി ഞാനത് പറയാൻ മറന്നു പോയതാണെന്ന് പറയുമ്പം അതെങ്ങനെയാണ് പറയാൻ മറക്കുന്നത്? അത് അമ്മയുടെ ഇൻഷുറൻസ് തുകയല്ലേടാ എന്നൊക്കെ ചോദിച്ചു. എല്ലാവർക്കും അതിൽ തുല്യ അവകാശമല്ലേടാ ഉള്ളത്? അത് നിന്റെ ഇഷ്ടത്തിന് കളിക്കാനുള്ളതല്ലെന്ന് പറയുമ്പം അതെ, എല്ലാവർക്കും തുല്യ അവകാശമൊന്നുമില്ല. വീണയാണ് അതിൻ്റെ അവകാശി. അത് വീണയ്ക്കുള്ളതാണെങ്കിൽ എങ്ങനെയാണ് നിനക്ക് കിട്ടിയത്? അത് പിന്നെ ഞാൻ വീണയുടെ കൺസേൺ വാങ്ങിയിരുന്നു. ആ സമയത്ത് ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നേ, ഇതൊന്നും ഞാൻ അറിഞ്ഞില്ലല്ലോ, ഇതെന്താ ഇതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ പറയുമ്പോൾ അതൊന്ന് വല്യമ്മ പറഞ്ഞിട്ട് ചെയ്തതാ, ഇതിവിടെ എല്ലാവരും അറിഞ്ഞ കാര്യം തന്നെയാണെന്ന് പറയുമ്പോൾ എല്ലാവരിലും എന്താ ഞാൻ പെടത്തില്ലേടാന്ന് ചേച്ചി ചിലപ്പോൾ മറന്നതായിരിക്കും. ഇൻഷുറൻസ് തുക കടയുടെ റിനോവേഷന് വേണ്ടി ഞാൻ വീണയോട് ചോദിച്ചിരുന്നു. അവളുടെ കൺസേണോട് കൂടിയാണ് എൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ വന്നതെന്നൊക്കെ പറയുമ്പോഴേക്കും ദേ ചെല്ലുന്നു ഉറഞ്ഞു തുള്ളി വീണയുടെ അടുത്തേക്ക്. അപ്പോൾ ഇവന് കാശ് കിട്ടിയായിരുന്നു. നീ അറിഞ്ഞോ വീണേ എന്നും ചോദിച്ച് വീണയോട് ഒച്ച വയ്ക്കുക. അപ്പോൾ ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് വീണ പറഞ്ഞു. ആ സമയത്ത് അടുത്തത് അപ്പോഴാണ് രേണു അങ്ങോട്ടേക്ക് വരുന്നത്. രേണു എന്നിട്ട് എന്താണെന്ന് ഭർത്താവിനോട് ചോദിച്ചു. അപ്പോൾ അതെന്താ മഹേഷേ കാശ് കിട്ടിയത് നീ പറയാതിരുന്നത്? അപ്പോൾ ബേക്കറിയുടെ റിനോവേഷൻ്റെ തിരക്കിനിടയിൽ ഞാനതങ്ങ് വിട്ടുപോയത് എൻ്റെ വലിയ മാമ. അപ്പോൾ അതും ശരിയാവത്തില്ലല്ലോ മാഷേ, ഈ തുകയുടെ കാര്യത്തിൽ ഒരു വ്യക്തത വേണമല്ലോ. അത് കുഞ്ഞിക്ക് അവകാശപ്പെട്ടതാണല്ലോ. അമ്മയും അച്ഛനൊക്കെ മരണപ്പെട്ടാലേ അത് അവർക്കുള്ളതെല്ലാം എല്ലാ മക്കൾക്കും കൂടെ അവകാശപ്പെട്ടതാ. അതല്ലാതെ ഒരാൾക്ക് മാത്രം കൊണ്ടുപോയി അനുഭവിക്കാനൊന്നും പറ്റത്തില്ല. അതുമാത്രമല്ല ഇവൾക്കിപ്പോൾ സർക്കാർ ജോലിയൊക്കെ ആയില്ലേ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ വിഷ്ണുവേട്ടനുള്ളത് പ്രൈവറ്റ് ജോലിയാണല്ലോ അല്ലേ രാധുവേച്ചി? രണ്ടുപേരുടെയും കുടുംബങ്ങളിലെ സർക്കാർ ജോലിയൊക്കെ ഞങ്ങൾക്കാ ഒന്നുമില്ലാത്തത്. ഇപ്പം ഞങ്ങളാ വെറും വട്ടപൂജ നിൽക്കുന്നത്. ഭാർഗവൻ മുതലാളിയുടെ മകള് തന്നെ ഈ ദാരിദ്ര്യം പറയണം എന്നൊക്കെ പറഞ്ഞിങ്ങനെ പറയുമ്പോൾ നേരെ രേണു അങ്ങോട്ടേക്ക് ചെന്നു. അപ്പോൾ ഇൻഷുറൻസിന് കുഞ്ഞിയല്ലേ അവകാശമായിട്ട് വെച്ചിട്ടുള്ളത്, അതിപ്പോൾ കുഞ്ഞിക്ക് മാത്രം അവകാശപ്പെട്ടത് തന്നെയാണെന്നൊക്കെ പറഞ്ഞു. ഇനി ഈ കുടുംബത്തിന് നീക്കിയിരിപ്പൊക്കെ കുഞ്ഞിക്ക് വേണ്ടിയാണ് വേണ്ടതെന്നൊക്കെ പറഞ്ഞു. കുടുംബത്തിൻ്റെ അന്തസ്സ് നോക്കണ്ടേ, കുഞ്ഞിയെ നിറവോടെ വേണ്ട ഇറക്കി വിടാനെന്നൊക്കെ മാമൻ പറയുമ്പം അവകാശിയെന്നൊക്കെ വെറുതെ ഒരാളുടെ പേരിൽ വെക്കുന്ന പേര് വെച്ചാൽ അതിൻ്റെ അർത്ഥം അവൾക്ക് മാത്രം കൊണ്ടുപോയി അനുഭവിക്കാനുള്ളതാണെന്നല്ല. അവർ തുക വാങ്ങി എല്ലാവർക്കും ഒരുപോലെ കൊടുക്കണം. പിന്നെ കുടുംബത്തിൻ്റെ അന്തസ്സൊന്നും നമ്മുടെ അടുത്ത് ആരും പറയണ്ട. അതെ, ആവും പോലെ അങ്ങ് ഇറക്കി വിട്ടാൽ മതി എന്ന് പറഞ്ഞു. അപ്പം നിങ്ങൾക്കൊക്കെ തരേണ്ടത് തന്ന് കെട്ടിച്ചു വിട്ടതല്ലേ, ഇനി ഒരു കുടുംബമാകാനുള്ളത് കുഞ്ഞിക്കല്ലേ. ഇൻഷുറൻസ് തുക മുഴുവനും കുഞ്ഞിക്ക് തന്നെ കൊടുക്കണം എന്ന് അദ്ദേഹം പറയുമ്പോൾ രാധികേച്ചിക്ക് കിട്ടേണ്ട കാര്യങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ടായിരിക്കും. പക്ഷേ മഹേഷേട്ടൻ ഇവിടെ നിന്നൊന്നും കിട്ടിയിട്ടില്ലെന്ന് രേണു. സരസ്വതി പോകുന്നത് വരെ ഈ വീട്ടിലെ കാര്യങ്ങളെല്ലാം അവളല്ലേ നോക്കിയിരുന്നതെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ വീട്ടു ചെലവിന് കിട്ടുന്ന നക്കാപ്പിച്ചയുടെ കാര്യമല്ല പറഞ്ഞത്. കാര്യമായിട്ട് മഹേഷേട്ടന് ഒന്നും കിട്ടിയിട്ടില്ലെന്നാണ് പറഞ്ഞതെന്ന് രേണു പറയുമ്പോൾ അതൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം. ഈ ഇൻഷുറൻസ് തുക കുഞ്ഞിക്ക് മാത്രം അവകാശപ്പെട്ടതാ, അതിലൊരു തർക്കം വേണ്ട എന്ന് മാമൻ പറയുമ്പം അതൊന്നും പറ്റത്തില്ല. എനിക്ക് വളർന്നു വരുന്ന 2 പെൺമക്കളുണ്ട് ഇവിടെ, അവർക്കും കൂടെ അവകാശപ്പെട്ടതാ ഇവിടെയുള്ളതെല്ലാം വന്ന് രാധേ, നിനക്ക് അത്യാവശ്യം പൊന്നും പണവും ഒക്കെ തന്നു തന്നെയല്ലേ കെട്ടിച്ചു വിട്ടത്. നിന്റെ കെട്ടിയവന് നല്ലൊരു ജോലിയും ഇല്ലേ, എന്നിട്ടും നിനക്ക് എന്താ ഒന്നും മതിയാവാത്തതെന്നൊക്കെ മാമൻ ചോദിക്കുമ്പോൾ അതെ, അമ്മയ്ക്കുള്ളത് എല്ലാത്തിലും മക്കൾക്ക് അവകാശം ഉണ്ടെന്നും മൂത്ത മകള് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കിയുള്ള എല്ലാം എന്നൊക്കെ പറഞ്ഞപ്പോൾ വലിയ മാമ എനിക്കൊന്നും വേണ്ട ഈ ഇൻഷുറൻസ് കാശ്, ഈ കാശിനായിട്ട് കിടന്ന് തർക്കിക്കുന്നതേ അമ്മയുടെ ആത്മാവിന് സഹിക്കില്ല. അത് മഹേഷേട്ടനും രാധികേച്ചിക്കും കൊടുത്തേക്ക്, എനിക്ക് വേണ്ട അതെന്നും പറഞ്ഞ് നമ്മുടെ രാധു ഇങ്ങനെ വീണ പറയുമ്പം അത് നീയല്ല തീരുമാനിക്കുന്നത്, സരസ്വതി ജീവിച്ചിരിക്കുമ്പം അക്കാര്യം തീരുമാനിച്ചു വെച്ചിരുന്നതാ, അതുകൊണ്ടാ അവൾ നിന്നെ അവകാശിയായിട്ട് വെച്ചതെന്ന കാര്യം ഇങ്ങനെ പറയാം നമ്മുടെ മാമൻ. ആ തീരുമാനം തന്നെ നടത്തൂ
അങ്ങനെ അത് പറഞ്ഞിട്ട് അതിന് ഞാനൊക്കെ ഇവിടെ ജീവനോടെ ഉണ്ട് എന്ന് അദ്ദേഹം പറയുക കേട്ടോ. അപ്പോഴേക്കും എല്ലാ അണ്ണങ്ങളും കൂടെ ഇങ്ങനെ നോക്കുക. മഹേഷേ, ഞാൻ ആദ്യം മുതലേ നിന്നോട് പറയുന്നതാ, ഇൻഷുറൻസിൻ്റെ കാര്യം മര്യാദയ്ക്ക് കൈകാര്യം ചെയ്യണമെന്ന്. എന്നിട്ട് തുക വന്ന കാര്യം പോലും നീ പറഞ്ഞില്ലല്ലോ. എൻ്റെ വല്യാമ്മയെ ഞാനത് മറന്നു പോയതാ പറയാനായിട്ട്. എൻ്റെ വല്യാമ്മ എന്ത് ഇത്? എന്തിനാ രാധേച്ചി വെറുതെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്? ചന്ദ്രനെ വിളിച്ച് എന്തിനാ? ഞാനല്ലേ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ, നിൻ്റെ ഡീല് ഞാൻ വിളിച്ചത് കൊണ്ടാണ് കാര്യങ്ങളെല്ലാം ഞാനിപ്പോൾ അറിഞ്ഞത്. വീണയുടെ കൺസേണോട് കൂടിയാണ് എൻ്റെ അക്കൗണ്ട് ഞാൻ അവർക്ക് കൊടുത്തത്. ആ ഒരു തുക ഞാൻ ഇവൾക്ക് തിരികെ കൊടുക്കുമെന്ന് ഞാൻ ഇവൾക്ക് വാക്കും കൊടുത്തിട്ടുണ്ടെന്ന്. തുക വന്ന കാര്യം പറയാൻ ഞാൻ വിട്ടുപോയി. ആ കാര്യം സത്യം തന്നെയാണ്, അതിനൊരു സംശയമില്ല. അല്ലാതെ കാശെടുത്ത് ഞാൻ എവിടേക്ക് ഓടിപ്പോയൊന്നുമില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ മഹേഷ് പറയുമ്പോൾ, മഹേഷേ, നിൻ്റെ കയ്യിലിരിപ്പൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. കാര്യങ്ങളിൽ ഒരു വ്യവസ്ഥ വേണമെന്ന് ഞാൻ ആദ്യം മുതലേ നിന്നോട് പറയുന്നതാണെന്ന് വലിയമ്മ പറയുന്നു. ഈ കിട്ടിയ തുകയും അല്ലെങ്കിൽ അതിൻ്റെ വിവരങ്ങളെല്ലാം കുഞ്ഞിയെ കൂടി നീ ബോധ്യപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണെന്ന് പറയുമ്പം, അതെന്താ സരസ്വതി ടീച്ചറിൻ്റെ മൂത്ത മോളും ചത്തുപോയെന്ന് ചോദിച്ചുകൊണ്ടായി അവിടെ. അപ്പോൾ ആ തുകയിൽ നിനക്ക് വലിയ കാര്യമൊന്നുമില്ല രാധേ. അമ്മയുടെ സ്ഥാനത്ത് നിന്ന് നീയല്ലേ കുഞ്ഞിയുടെ കാര്യങ്ങളൊക്കെ ഇനി നോക്കേണ്ടത്. അവൾക്ക് അവകാശപ്പെട്ടത് നീ ഇടപെട്ട് വാങ്ങിച്ചു കൊടുക്കുകയല്ലേ വേണ്ടതെന്നൊക്കെ ഇങ്ങനെ വലിയമ്മ ചോദിച്ചു. അല്ലാതെ കൈയിട്ട് വാരിയാണ് പഠിക്കേണ്ടതെന്നൊക്കെ ചോദിക്കുമ്പം, 2 പെൺപിള്ളേരുടെ അമ്മയുടെ സ്ഥാനം എനിക്കുണ്ട്. തൽക്കാലം എനിക്കത് മതി. പിന്നെ കൈയിട്ട് വാരുന്നതൊന്നും അല്ല ഞാൻ ചോദിക്കുന്നതേ, എനിക്ക് അവകാശപ്പെട്ടത് തന്നെയാണ്. അതിലാരും വലിയത് തർക്കം കാണിക്കണ്ടെന്നും പറഞ്ഞ് തുള്ളി പറഞ്ഞുകൊണ്ട് അങ്ങ് പോയി. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ വീണയും സന്തോഷവും കൂടെ കാണുക. അപ്പോൾ അമ്മയുടെ കാര്യങ്ങളിങ്ങനെ വീട്ടിലെ കാര്യങ്ങളൊക്കെ സംസാരിക്കുക. പിന്നെ ഇവർ നാളും നക്ഷത്രമൊക്കെ നോക്കിയതും. അപ്പോൾ അങ്ങനെ സംസാരിച്ചപ്പോൾ ഞാനും അമ്മയൊക്കെ നല്ല വിശ്വാസികളൊക്കെ തന്നെയാണ്, പക്ഷേ ഈ പറയുന്നതൊക്കെ കുറച്ച് കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നതെന്ന് വീണ സന്തോഷിനോട് പറഞ്ഞു. അപ്പോൾ അമ്മ എല്ലാ കാര്യങ്ങളും പണിക്കരോട് ചോദിക്കാറുണ്ടെന്നും അത് അവരുടെ ഒരു അഭിപ്രായമായി മാത്രം എടുത്താൽ മതി വീണ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, നമ്മൾ രണ്ടാളും മനുഷ്യരാണല്ലോ എന്ന് കരുതിയിട്ടാ ഞാൻ ഈ ബന്ധത്തിന് സമ്മതിച്ചത് തന്നെ. പിന്നെ ഇപ്പം ചേട്ടൻ മനുഷ്യഗണോ, ഞാൻ ദേവഗണോ? എന്തൊരു കഷ്ടമാണ്. ഞാൻ ചേട്ടനെ ഭരിക്കുമെന്നൊക്കെ പറഞ്ഞാൽ എന്താ ഇത്? വീണ, പണിക്കർ പറഞ്ഞിട്ടും വീട്ടിൽ നടന്നൊരു സംസാരം ഞാനത് പങ്കുവച്ചു എന്ന് മാത്രം. അപ്പോൾ എനിക്ക് അങ്ങനെയുള്ള വിശ്വാസങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പോൾ ഞാൻ ആരെയും ഭരിക്കാൻ ആഗ്രഹിക്കുന്ന കൂട്ടത്തിലൊന്നും അല്ല എന്ന് പറയുമ്പോൾ അതൊക്കെ എനിക്ക് അറിയാമല്ലോ വീണാന്ന് സന്തോഷം. അപ്പോൾ മനുഷ്യർ തമ്മിലുള്ള ആ മനസ്സിൻ്റെ പൊരുത്തത്തിലാണ് ഞാനും ശരിക്കും വിശ്വസിക്കുന്നത്. ചേർന്ന് പോകാൻ കഴിയുന്ന ഒരാളെ കിട്ടുന്നത് തന്നെ ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നതെന്നും പറഞ്ഞ് വീണത് എൻ്റെ കാര്യങ്ങളെല്ലാം പറയുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് അറിഞ്ഞ കാര്യം നിന്നോട് പറഞ്ഞതേ ഉള്ളൂ, നീ ഒന്ന് ഓർത്ത് വിഷമിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഇനി ചേട്ടൻ എന്നോട് ഇഷ്ടക്കുറവ് വല്ലതും ഉണ്ടോ എന്നിങ്ങനെ വീണ ചോദിക്കുമ്പം, അങ്ങനെയൊന്നുമില്ല. ഇതുവരെ എൻ്റെ ഇഷ്ടം അത് നമ്മുടെ സ്വകാര്യതയായിരുന്നു. അതാ ലൈബ്രറിക്കരികിൽ വീണയെ നോക്കി ഞാൻ നിന്നിരുന്നതെന്നൊക്കെ പറഞ്ഞ് സന്തോഷം പറയാം. എന്താ ആ സ്നേഹം ഇപ്പം ഇല്ലേന്ന് ചോദിച്ചു. ഇതാ എനിക്ക് സഹിക്കാൻ പറ്റാത്തത്. സരസ്വതി ടീച്ചറുടെ മകൾ എങ്ങനെയായിരിക്കുമെന്ന് എനിക്ക് ആരും പറഞ്ഞു തരണ്ടെന്നൊക്കെ പറഞ്ഞു. ഒരാൾ എന്നെ ഇത്രമാത്രം സ്നേഹിക്കുന്നു എന്ന് കേൾക്കുന്നത് തന്നെ എനിക്ക് വലിയ സന്തോഷമാണ് കേട്ടോ. ഇതൊക്കെ കഥകളിൽ മാത്രം ഞാൻ വായിച്ച കാര്യമാണെന്നൊക്കെ വീണ ഇങ്ങനെ പറഞ്ഞു. ഇങ്ങനൊരു മനുഷ്യനെ ഞാൻ ജീവിതത്തിൽ നേരിട്ട് കണ്ടിട്ടില്ല, കാണാൻ സാധിച്ചത് തന്നെ വളരെ സന്തോഷമാണെന്ന് പറഞ്ഞിരിക്കുമ്പോൾ വൈകി ഞാൻ എന്നാൽ പൊയ്ക്കോട്ടെ എന്ന് പറഞ്ഞ് വീണ പോകാൻ നോക്കുമ്പം, ഒരു ചായ കുടിച്ച് പിരിഞ്ഞാലോ, ചായ ഐസ്ക്രീമൊക്കെ പിന്നെ ആവാലോ എന്നും പറഞ്ഞ് നമ്മുടെ വീണ പോകാൻ നോക്കാം. എങ്ങനെ പോകുന്നതെന്ന് ചോദിച്ചപ്പം, ഞാൻ സ്കൂട്ടർ എടുത്തില്ലേ, അപ്പോൾ ഒരു ഓട്ടോയിൽ അങ്ങ് പോകാമെന്ന് കരുതി എന്നൊക്കെ പറഞ്ഞിങ്ങനെ പറയുമ്പോൾ, ശരി പോകാം എന്നും പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും കൂടി ഇങ്ങനെ അങ്ങ് പോണു. അങ്ങനെ അവർ രണ്ടുപേരും അവിടെ നോക്കി നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. നന്ദി.